കൊച്ചി കടപ്പുറത്ത് നിന്നും അറബിക്കടലിൽ കാണാതായ കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ 7-ാം വാർഡിന്റെ തീരപ്രദേശത്ത് അടിഞ്ഞിട്ടുണ്ട്. അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നുള്ള 23 കണ്ടെയ്നറുകൾ കൊല്ലം തീരത്ത് അടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ചെറിയഴിക്കൽ, ചവറ, ശക്തികുളങ്ങര, നീണ്ടകര തീരപ്രദേശങ്ങളാണ് പ്രധാനമായും കണ്ടെയ്നറുകൾ എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശക്തികുളങ്ങരയിലാണ്. ശക്തികുളങ്ങരയിൽ എനിക്ക് മുന്നിൽ തന്നെ കാണാൻ സാധിക്കും ഏതാണ്ട് 9 കണ്ടെയ്നർ എൻ്റെ സമീപത്ത് തന്നെ അടിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ കപ്പലിൽ നിന്ന് ജീവനക്കാരെ ഇറക്കാൻ വേണ്ടിയുള്ള ലൈഫ് ബോട്ട് അത് സമീപത്തായി ആ ചെറിയ പാർക്കറ്റിനോട് ചേർന്ന് കടൽഭിത്തിയോട് ചേർന്ന് വന്ന് അവിടെ അടിഞ്ഞിരിക്കുന്നു. ഓരോ കണ്ടെയ്നറും ഞങ്ങളുടെ മത്സ്യബന്ധനത്തിന് ബാധിക്കും. ഇത് ഓരോ സ്ഥലത്ത് കിടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മത്സ്യബന്ധനം അതൊരു ഉടക്കായിട്ട് തന്നെ മാറും. ഞങ്ങൾക്ക് ആ പ്രദേശത്ത് പിന്നെ മത്സ്യബന്ധനം നടത്താൻ പറ്റത്തില്ല. ഇത് പാറപ്പുറത്ത് കയറി ഉടഞ്ഞ് പുറവശം തുറന്ന് കിടക്കുന്നതിനോണ്ട് ഇതിനകത്ത് MD ആണെന്നുള്ള മനസ്സിലായി. അതിനകത്ത് സാധനങ്ങളൊന്നുമില്ല. അതിൻ്റെ മുൻവശം എല്ലാം പൊട്ടിയിരിക്കുകയാണ്. പുറവശം ഡോറെല്ലാം തുറന്ന് കിടപ്പുണ്ട്. ആലപ്പുഴയിലും സമാനമായ രീതിയിൽ കണ്ടെയ്നറുകൾ വന്ന് അടിയുന്നുണ്ട്. കടൽഭിത്തിയിൽ തട്ടി അവിടെ കരയിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് റോഡിൽ നിന്നാൽ തൊട്ടടുത്ത് നിന്നാൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് കണ്ടെയ്നർ അടുത്തിട്ടുള്ളത്. ഏതെങ്കിലും രീതിയിലുള്ള കെമിക്കലാണോ എന്നറിയില്ല. തീരത്തേക്ക് ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു രാസപദാർത്ഥങ്ങൾ പോലെയുള്ള വസ്തുക്കൾ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല.